வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இன்னைக்கு என்ன மூவி பார்க்க போறோம் அப்படின்னா, சம்மர் இன் பெத்தல்ஹேம் அப்படின்னு சொல்லிட்டு காமெடி மூவி தான் கேள்விப்பட்டேன். பட் இந்த மூவி பத்தி கேஸ்ட் க்ரூல எதுவும் பார்க்காதீங்க. டைரக்ட்டா மூவி பாருங்க அப்படின்னு சொல்லியிருந்தீங்க. ஸோ நாங்க இந்த மூவி வந்து பிளைண்டா தான் பார்க்க போறோம். பட் டைரக்டர் வந்து சிபி மலையில், அப்புறம் ரைட்டர் வந்து ரஞ்சித் அப்படின்னு போட்டிருந்துச்சு. அப்புறமேட்டு மியூசிக் டைரக்டர் வித்யாசாகர். ஸோ இந்த 3 தான் எங்களுக்கு தெரியும். கேஸ்ட் க்ரூ எதுவுமே பார்க்கல. ஸோ படத்துக்குள்ள போலாம். படத்தை முடிச்சு டிஸ்கஸ் வச்சுக்கலாம். ஆனா எனக்கு தெரிஞ்சு இது வந்து சுரேஷ் கோபி அவரோட படம் தான் நினைக்கிறேன். ஏன்னா அவர் படத்துக்கு கீழே தான் வந்து எல்லாம் நிறைய பேர் போட சொல்லியிருந்தீங்க. ஸோ அது மட்டும் எனக்கு தெரியும். படத்துக்குள்ள போயலாம். படத்தை முடிச்சு டிஸ்கஸ் வச்சுக்கலாம். போயலாமாங்க? எஸ். ஓகே. பயங்கரமா இருக்காரு. ஏய், கரெக்டாக தான் சொல்லியிருக்கேன். நீ சுரேஷ் கோபி ஸ்மார்ட்டா இருக்காரு. இது இவரோட செகண்ட் படம். எனக்கும் ஹீரோ ஏற்படுத்திருக்காங்களா கெத்தா. രവി കിടന്ന് കൂവണ്ട ജയറാം മടിയൻ ചങ്കു എന്റെ തൊട്ട് പിന്നാലെ എത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് നാണമില്ലല്ലടാ. ആസനത്തിൽ വേദിക്കുന്നവരെ കിടന്ന് ഉറങ്ങാറുന്നില്ലേ? എന്തിനാ ഈ എക്സസൈസ് എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തത്? എടാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗത്തിലെ മറ്റു ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നു. ശരിയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! മോട്ടോർ വാഹനങ്ങൾ, എയറോപ്ലെയിൻ, റോക്കറ്റ്. എന്തിന് ഇന്ത്യ പൊക്രാനിലെ ന്യൂക്ലിയർ ബോംബ് വരെ പൊട്ടിച്ചില്ലടാ. എന്നിട്ടും ഈ കോവറുകൾ ഇതിനെ പുറത്ത് കയറി കൊച്ചു വെളുപ്പാൻ കാലത്ത് അതിനിട്ട് ഇങ്ങനെ തേരാപാര ഓടിക്കുന്നത് ഇതൊരു മാതിരി പ്രിമിറ്റീവ് ഏർപ്പാടാ. എടാ, എക്സസൈസിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്. അല്ലേലും നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോടാ. രാവിലെ 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. നാക്കിന് തള്ളി പറയരുത്. മാർക്ക് ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ നീ? പ്രസംഗം കൊണ്ടാ അങ്ങനെ റോമാക്കാരെ മുഴുവൻ തിരിച്ചുവിട്ടത്. അത് മാർക്ക് ആന്റണി, ഇത് വെറും നാക്ക് ആന്റണി. എന്റെ റാംബോ നിന്നെ പോലെ മടിയനായി പോകലടാ. ഒരു 2 റൗണ്ട് അതിന്റെ പുറത്ത് റൈഡ് ചെയ്തേച്ചെങ്കിൽ ഞാൻ പോവാ. ഓ, ആ കുതിര എന്ത് മഹാപാപമാണോ ചെയ്തത്. 1 കിൻഡൽ വെയിറ്റ് ആ പഹേന്. പോണത് കണ്ടില്ലേ? ഒരു കുതിര, അതിന്റെ പുറത്ത് വേറൊരു കുതിര. I'll take it as a compliment. இவரை நம்ம ரீசெண்டா ஏதோ படத்துல பார்த்தோம். In Ghost House. ஏய், போன டெலிவரி. அந்த பூனை சாகாம இருந்தா சரிப்பா. ഹലോ, ഒരു നമസ്കാരം. നമസ്കാരം. ഇതല്ലേ ബദലഹേം എസ്റ്റേറ്റ്? പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലായി. ഇതിനെ ബദലഹേം എസ്റ്റേറ്റ് നല്ല പേരിടുണ്ട്. വല്ല ഗാഗുൽത്താമലാന്ന് കേട്ടണം. എന്തൊരു കേറ്റോടോ, മനുഷ്യന്റെ ഊപ്പാടളി. ഒരുപാട് അലയോ തന്നെ ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? പിന്നെ ഈ കുര്യർ അവിടെ നിന്ന് നടന്നു വരൂ. ആരെ രവിശങ്കർ? അയം മോനായി. പണ്ട് മോളായിരുന്നു. എടോ, എന്റെ അച്ഛന് മോനായി, അപ്പൊ ഞാൻ മോനായി. വെരി ഗുഡ്. ഞാൻ ഈ രവിശങ്കർ ആരാന്ന് ചോദിച്ചത്. താൻ ആദ്യം ഞാൻ ആരെന്ന് മനസ്സിലാക്കി, പിന്നല്ലേ രവിശങ്കർ. അതെനിക്ക് മനസ്സിലായി. ആ ചായക്കടക്കാരൻ ചക്കൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു കരിമന്തി അവിടുത്തെ കാര്യസ്ഥനം. കരിമന്തി ആ ചായക്കടക്കാരന്റെ തന്തയാ. അപ്പൊ നിങ്ങളുടെ മോനാ ചക്കൻ? എടോ കൊറിയേ, അയം മോനായി. മാനേജർ ഓഫ് ബദലഹം എസ്റ്റേറ്റ്. ഇതങ്ങോട്ട് ഒപ്പിട്ട് ഈ സാധനം വാങ്ങിക്കും. എന്തത്? ഇത് അങ്ങനെ ഇവിടെ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. രവിശങ്കർ, ബദലഹേം എസ്റ്റേറ്റ്, ചന്ദ്രഗിരി. ഈ അഡ്രസ് കറക്റ്റ് അല്ല? അഡ്രസ് കറക്റ്റ് ആണ്, പക്ഷെ ആള് കറക്റ്റ് അല്ല. ഈ രവിശങ്കർ. അതിനെ എനിക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരനോട് വിളി, ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളാം. എടോ, ഈ ഫാം എന്റെ ബോസ് മിസ്റ്റർ ഡെന്നി സാറിന്റെയാ. ഈ പറഞ്ഞ രവിശങ്കറും ഡെന്നി സാറും തമ്മിൽ കേട്ടപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് വരുന്ന പാർസൽ മുഴുവൻ 2 കൈ നീട്ടി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിനകത്ത് വല്ല ബോംബാണെങ്കിലോ? ബോംബാണെങ്കിൽ പൊട്ടുമറിയല്ലോ. നിന്റെ ചേട്ടത്തിലാണ് പൊട്ടിച്ചാൽ നിനക്ക് മനസ്സിലാവട്ടെ ഞാൻ പൊട്ടിച്ചാന്ന്. ഞാനാ വളവിലെ കട്ടല് വീണപ്പോ ചട്ടെന്ന് വിചാരിച്ചേ. എന്താ മോനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താ ചുറ്റിക്കളി കേസാ? ഐ ആം ഫ്രം ഡയാന കൊറിയേഴ്സ്. ഒരുപാട് ദൂരം ആക്ച്വലി ഞങ്ങൾക്ക് ഏരിയ സർവീസ് ഇല്ല. ഇത് സോണൽ ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്കും അവിടെ നിന്ന് സബ് ഓഫീസിലേക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്ന കേസാണ് സാർ. ഈ പൂച്ചക്കുട്ടി ജീവനോട് ലോക്കൽ ഡെലിവറി രവിശങ്കറിന് മോനായി പറഞ്ഞേക്ക്. രവി സാറിന് പട്ടിയുടെ രൂപത്തിലും പൂച്ചയുടെ രൂപത്തിലും ഓരോ സാധനങ്ങൾ വരുന്നത്. ഇത് ഏറ്റെടുക്കേണ്ട അവസാനം പുലിവാലാവും. ഇതെങ്ങനെയാണ് പുലിവാലാവുന്നത്? ഇത് പൂച്ചവാലല്ലേ? ഇത് ഞാൻ പിടിച്ചോളാം. ആരെടുത്ത് ചോദിച്ചിട്ടായി ഗൗൺ എടുത്തിട്ട്? ഇന്നലെ രാത്രി തണുപ്പ് അതുകൊണ്ട് എടുത്തിട്ടാ. നീ അയാൾക്ക് ഒരു 100. ഓക്കെ, 150. പട്ടിയുടെ കരുന്നക്കല്ലേട്ടാ. ഇലയിലും എല്ലാം இது வந்து நிறைய தண்ணி ஊத்திட்டீங்க அது பால்ல. பொட்டு வச்சு அமுச்சு விட்டாங்கப்பா. എന്താ വല്ല ഫേസ് കട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നിന്റെ അതേ മുഖച്ചായ. ഇതിപ്പോ എവിടെ നിന്ന് ചാടി? നിനക്കൊരു ഐഡിയ ഇല്ലേ? അയച്ചാളുടെ പ്രൊമോട്ടേഴ്സ് പെട്ടിപ്പുറത്തുണ്ടാവുമല്ലോ. പെട്ടിപ്പുറത്ത് ഒരു പട്ടി കടിച്ചെടുത്തുണ്ട് പോയി. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ട്രെയിൻ ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം, എന്നാലേ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. നീ ടെൻഷൻ അടിക്കാടാ. ആരെങ്കിലും ഫൂളാക്കാൻ ചെയ്താവും. സാർ, ഈ മെയ് മാസത്തിൽ ഏപ്രിൽ ഫുൾ ഉണ്ടോ?
ഏയ് ഏപ്രിൽ ഫോളിന് ജൂൺ മാസത്തിലല്ലേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. ഈ പ്രശ്നം ഞങ്ങൾ കൈകാര്യം ചെയ്യலாம். താങ്ക്സ്. ഓ ചങ്കുവേ, സത്യം പറ, വല്ല റൊമാൻറ്റിക് ലൈനും ആണോ? വല്ല ദൂതും? ഹംസത്തിന് പകരം പൂച്ച ദൂതും. പിന്നെ ഹംസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ച, ഉച്ചയ്ക്ക് തിന്നാൻ ചിക്കൻ വേണമെങ്കിൽ പോയി മേടിച്ചോണ്ട് വരണം. ലെറ്റർ വന്നിருக்கு. ഒഴിവുകാലം വരുന്നു എന്റെ സുന്ദരൻ മുറച്ചെറുക്കൻ പൂച്ചെ. നിന്നെ ഞാൻ സേവ മറ്റു മുറക്കുറിഞ്ഞികൾ അറിയാതെ ആദ്യം ഓടിയെത്തിയ താങ്ക്സ് ടു ദ കൊറിയർ സർവീസ് ബ്രാക്കറ്റിൽ ഈ കുറിഞ്ഞെ മനസ്സിലായോ നിനക്ക്? ഉത്തരമറിയാൻ ഞാൻ വരുന്നു. യെസ് മാൻ, ഐ എം കമ്മിങ്. എടാ ചങ്കുവേ, ഇത് ലൈൻ, ഹൈ പവർ എക്സ്ട്രാ ടെൻഷൻ ലൈൻ. എന്നാലും ഏത് കുരിശാടത്? ഞാൻ വരുന്നു, ഒഴിവുകാലം. എങ്ങോട്ട് വരുന്ന കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് എത്ര അമ്മാമാരാ? 5. അവർക്കെല്ലാവർക്കും കൂടെ എത്ര പെൺമക്കളാ? 12. അതിലൊരു 5 വരും. 12. എന്ന് വെച്ചാ കെട്ടുപ്രായത്തിയത്. ആ, അതിലൊരുത്തി നിന്നെ പ്രേമിക്കുന്നു. നീ അറിഞ്ഞോ അറിയാതെ? എനിക്കൊരു പുല്ലും അറിയില്ല. എനിക്ക് ആരും ഇതൊക്കെ പിള്ളേരുടെ വെറുതെ ഒരു വട്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിൽ വല്ല ക്ലൂവും കാണും. പ്രേമത്തിന് പറ്റിയ ഏറ്റവും നല്ല സിമ്പലാണ് പൂച്ച. ഒരു തരം കണ്ണടച്ച് കാലുപിടിക്കലാണല്ലോ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ്. ഓ, ചൈന ഭാഷയാ. പെണ്ണ് ചിലപ്പോ ചൈനക്കാരി ആയിരിക്കോ? ഇതല്ലടാ, കാസറ്റ് ഒരുങ്ങിയതാ. കുരുങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നെ. നമ്മുടെ ഫാമിൽ 500 ലിറ്റർ പാല് പിരിഞ്ഞു. ഞാൻ ഹാപ്പിയായി. 500 കാസറ്റ് കുരുങ്ങി പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോയി ഒട്ടിച്ചോണ്ട് പോവാ. അവർക്ക് കൊടുത്തീங்க ഇതെന്തിനാ? അവർ തന്നെ മാനേജർ. നീയല്ലേ വാങ്ങിക്കൊണ്ടു വന്നത്? അതിനാ. അടിക്കാനുള്ള 2 സൈഡ് അടിച്ചുല്ലോ അല്ലേ? ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ பண்றா செம்ம ட்ரீம் லைஃப்ல இருந்திருக்காங்கடா அவங்க. ஃபார்ம் நடுவுல பண்ண மாடு பால் பூனை எஸ்டேட் ஹார்ஸ் ரைடிங். നമസ്കാരം. ഇതാ ലൈഫ്. നമസ്കാരം. നമസ്കാരം. മുതലാളി ഒന്ന് കാണാൻ വന്ന അവിടെ ഇല്ലേ? മുതലാളി എന്താ കാര്യം? കാര്യം രവിശങ്കർ മുതലാളിയോട് നേരിട്ട് പറയാനുള്ളതാ. ഓ, രവിശങ്കർ മുതലാളി. പറയണം ചേട്ടാ, എന്താ പ്രശ്നം? ഇവിടത്തെ ഒരു 50 പശുക്കളെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? രവിശങ്കർ പറഞ്ഞു? ഇല്ല, ഞാൻ ബ്രോക്കർമാർ വഴി അറിഞ്ഞതാണേ. ഇവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലല്ലോ. പശുവിനെ വിൽക്കുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. നമുക്ക് അതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാവും. രവിശങ്കർ മുതലാളിയെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. എന്നോട് ബ്രോക്കർ കണ്ണപ്പനാണ് പറഞ്ഞത്. അയാൾ നുണ പറയില്ല. ചേട്ടാ, ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേട്ടാ. ഇവിടുത്തെ ഒരൊറ്റ പശുവിനെ പോലും വിൽക്കാൻ ഉദ്ദേശമില്ല. അത്രയ്ക്കങ്ങ് തറപ്പിച്ച് പറയാൻ നമ്മളാരാ? ഞാനാ ഇതിന്റെ ഓണർ ഡെന്നിസ്. എന്താ ഞാൻ പറഞ്ഞ? അപ്പൊ രവിശങ്കറോ? രവിശങ്കറിന്റെ ഫാം ആണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഇയാൾക്ക് ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഞാൻ പണിക്കാരെ വിളിക്കാം. വേണ്ട, വിശ്വാസമുണ്ട്. അവരെ വിളിക്കുന്ന ഇയാളെ വിശ്വസിപ്പിക്കാനല്ല, പുറത്തേക്കുള്ള വഴി കാട്ടി തരാന്. ഇങ്ങോട്ട് വന്ന വഴി തന്നെയല്ലേ? ബുദ്ധിമുട്ടിക്കണ്ട. അതെ, ഈ രവിശങ്കർ മുതലാളിക്ക് ഫാം ഉണ്ടോ? പുറത്തെ റോഡിലോട്ട് ഇറങ്ങി കിഴക്കോട്ട് വെച്ച് പിടിക്കണം. അര ഫർലോങ് ചെല്ലുമ്പോ കാണാം രവിശങ്കറിന്റെ ഫാമിന്റെ ബോർഡ്. അല്ല, അവിടെ കന്നുകാലികളാ? അല്ലല്ലോ, ആനയെ വളർത്തുന്ന സ്ഥലം. ഒന്ന് പോടോ. ചെയ്യുമ്പോഴുന്നുണ്ട് പോന്നോളൂ ഓരോന്ന്. അല്ല, സാറ് കിഴക്കോട്ടാണോ? അല്ലല്ലോ. രവിശങ്കർ കൊള്ളാം. ലോക്ക്ഡ് ആണല്ലോ. എന്ന് ലോക്ക്ഡ് ആയതാണാവോ? പുണ്യരേ, പുണ്യനായ അമ്പട കള്ള. ആ ഡെന്നീസിന്റെ ഫാമിലി കയറിച്ചൊന്നുമില്ലേ? ആ കുട്ടാ, അതുകൊണ്ടല്ലേ ഇതിന്റെയൊക്കെ ശരിക്കുള്ള ഓണേഴ്സ് ആരാന്ന് മനസ്സിലായത്. ആ കണ്ടത് ഡെന്നീസിന്റേത്, ഇത് കുട്ടന്റേത്. ഡെന്നീസിന്റെ കണ്ടു ഉഗ്രൻ, ഇനി കുട്ടന്റെ കാണണം. കുട്ടന്റേതും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോകുള്ളൂ. അതൊക്കെ പോട്ടെ, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല? പരമസുഖം. മോന്റെ ഫാമിന്റെ ഫോട്ടോ കണ്ടത് മുതൽ അമ്മ ഭയങ്കര ഹാപ്പിയാ. താക്കോലെടുക്കു കുട്ടാ, തുറക്കട്ടെ. ഞാൻ പറയട്ടെ, ആ ഫോട്ടോസ് എന്റെ ഫാമിന്റേതല്ല, അത് ഡെന്നീസിന്റെ അല്ലേ, മാറിപ്പോയതല്ലേ. ഇതാണ് രവിശങ്കർസ് ഫാം. ആഗ്രോ ഫാം, ഗോഡ് ഫാം, ഓർക്കിഡ് ഗാർഡൻ. അവർ നെക്സ്റ്റ് പ്രോജക്ട് ഷാങ്ക് ബറീസ് ചോക്ലേറ്റ്. മിക്കവാറും ഇത് വരുന്നതോടുകൂടി ബാക്കി ചോക്ലേറ്റ് കമ്പനികളൊക്കെ പോട്ട്. സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. തൊട്ടടുത്ത് നല്ല ബിരിയാണി കിട്ടും. അപ്പനായിരുന്നു ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് 4 വീശണം. എല്ലാറ്റിനും മുമ്പ് എനിക്ക് ഇത് തുറന്ന് കാണണം. ഞാൻ വൈലന്റാവും. അങ്ങിരുന്ന് பார்த்தா தெரிஞ்சது மேல உண்டு. ആഹാ, ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. നാട്ടിൽ എനിക്കൊരു പേരുണ്ട്, CID അപ്പുണ്ണി. വെറുതെ കിട്ടിയതല്ല, അത്യാവശ്യം CID പണികളൊക്കെ എനിക്ക് അറിയാം. തന്നെ ആരാടോ ഉപ്പുമുട്ട് കെട്ടിയെടുത്തത്? ആ ഫാമിന്റെ ഫോട്ടോസ് അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, നമ്മുടെ കുട്ടൻ ഇത്രയ്ക്കങ്ങോട്ട് പുരോഗമിച്ചോന്ന്. എടോ നായരെ, എന്റെ ഇവിടത്തെ ഈ സ്ഥിതി താൻ അമ്മയെ അറിയിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. 14 അല്ല, എക്സ്ട്രാ ഒരു 10 പേര്. എന്താ
ഇത് കാശ് നീ എണ്ണുന്നത് അല്ല 14 അല്ല 24 അല്ല 74 ആയാലും അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ പരന്ന് കിടക്കല്ലേ, വെക്കാനും വിളമ്പാനും വിളിക്കിറങ്ങാനും. ആഹാ, മുത്തശ്ശൻ കേണലായിരുന്നു കൊണ്ടേ ഇവിടെ ഒരു ടെന്റ് അടിക്കാനും ഉഴിക്കക്കൂസ് കുത്താനും ഒക്കെ നല്ല പരിചയം കാണും. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? വരുന്നു ആര്? ചെറുമകന്റെ കൂടെ ഒഴിവുകാലം ചിലവഴിക്കാൻ മുത്തച്ഛനും മുത്തശ്ശിയും പേരക്കുട്ടികളും ചിലപ്പം അവരുടെ തന്തമാരും തള്ളമാരും എല്ലാവരും വരുന്നു. ഏതോ റെസാർട്ടിലെ കൂട്ടിപ്പോയി പേരൊക്കെ എണ്ണിതാ. അപ്പൊ CID പണി ഒപ്പിച്ചു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. നീ കിണിക്കല്ലേ ചതിയ ബദ്ദലഹേമിൽ താമസിക്കുന്ന യൂദാസെ. എടാ നന്ദി വേണം, നന്ദി. ആ രണ്ടക്ഷരത്തിന്റെ അർത്ഥം നിനക്ക് അറിയോ? ഇല്ല. ചേടാ ഞാൻ എന്നാ ഇതെന്നാ ഇയാള് പറയുന്നത്? നിനക്ക് മാനേജ് ചെയ്യായിരുന്നു, ഈസി ആയിട്ട് മാനേജ് ചെയ്യായിരുന്നു. ആ പുണ്യനായാലും ഒന്നും അറിയിക്കാതെ നാട്ടിലേക്ക് പാക്ക് ചെയ്യായിരുന്നില്ലേ? എടാ പൊട്ടൻ ചങ്കു, അതിന് അയാൾ എന്നോട് പറഞ്ഞു. അയാൾ ആരാന്ന് ഓർമ്മയുണ്ടോ ഈ മുഖം? 2.5 വർഷം മുമ്പുള്ള ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് നിന്നതാ ഈ കൈകൾ കൊണ്ട് കോരിയെടുത്തപ്പോ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, താങ്ക് യു സാർ, താങ്ക് യു എന്ന്. കുളത്ത് നിന്ന് ബൈക്കിലേക്ക് പോകാൻ 2 വഴിയാ, ലെഫ്റ്റിലും പോവാം റൈറ്റിലും പോവാം. ലെഫ്റ്റിൽ പോയ റോഡ് നല്ലതാ, എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് അല്ലേടാ കണ്ടത്, ഏതോ ലോറിക്കാർ ഇടിച്ചിട്ടിട്ട് പോയ നിന്റെ റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് നീയും ഇങ്ങനെ ഞാൻ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് 4 കുപ്പി ബ്ലഡ് 3 കുപ്പി. എന്തോ കഴിഞ്ഞ ഗാന്ധി ജയന്തി സാറി കഥ പറഞ്ഞപ്പോ 3 കുപ്പിയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം 1 കുപ്പി കൂടി ഉണ്ടാവും. എന്റെ ബ്ലഡിന്റെ കണക്ക് നിനക്കാണ്. ആദ്യകാലത്ത് ഇറങ്ങിയ കാസറ്റിൽ 2 കുപ്പിയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു കൂടി കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോട് പറയും. ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. ജീവൻ രക്ഷിച്ചവനിട്ട് തന്നെ പണിയണം. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. പുളുന്തൻ ചങ്കു, കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടാ? കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഹോ ദൈവമേ, നിനക്കന്നൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ലായിരുന്നോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. ഞാൻ നിർത്തി, ഇനിയില്ല. യാത്ര പറയാൻ വന്നത് ഞാൻ, ഇനി ചിലപ്പോ കണ്ടില്ലെന്ന് വരും. കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സാറ് സൂയിസൈഡ് പോവാണല്ലേ? എടാ മോനായി, ചവിട്ടി കേറ്റി തരും ഞാൻ. സൂയിസൈഡ് നിന്റെ അപ്പം ചെയ്യും. മോനെ, എന്താടാ നിന്റെ പ്രശ്നം? എടാ നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. കസിൻ പിള്ളേരെല്ലാരും കൂടി ഈ വെക്കേഷൻ ഇങ്ങോട്ട് വരുന്നു എന്ന്. അതാണോ കാര്യം? അവര് വരട്ടടാ, എല്ലാവരും വരട്ടെ. എന്നിട്ട് അവർക്ക് ഇവിടെ മതി വരും വരെ ഇവിടെ താമസിക്കട്ടെ. എടാ, അവരെത്ര പേരെ എങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്ന് നിനക്കറിയോ? നീ ഭാഗ്യവാനാടാ. നിനക്കെല്ലാരും ഉണ്ട്. അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അങ്കിൾസ്, ആന്റീസ്, കസിൻസ്. ഈ ഒരൊറ്റ കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ. എടാ, എനിക്ക് ആരുണ്ട്? ആ ഒറ്റ കാര്യത്തിലാടാ എനിക്ക് നിന്നോട്. നിന്നെ തേടി വരാൻ ഒരു തെണ്ടി പോലും ഇല്ലല്ലോടാ. അതിന്റെ സുഖം നിനക്കറിയില്ല ചങ്കു. ഈ ഫാമും ഫാം ഹൗസും എന്റേതാണെന്ന വിശ്വാസം. ഞാനിവിടെ ഭയങ്കര സ്റ്റൈലില് ജീവിക്കുന്നു. അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന പിക്ചർ, ആ പിക്ചർ അതുപോലെ തന്നെ നിലനിർത്താം. ഞാൻ ആരാണെന്നൊരു ചോദ്യം ഉണ്ടാവും. പാർട്ട്ണർ, നിന്റെ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ മാനേജർ. എന്താ മാനേജരോ? മാനേജർ റോൾ എനിക്ക് വിട്ടുതന്നേരം സാറേ. ഡെന്നി സാറും രവി സാറും ഇതിന്റെ പാർട്ട്നേഴ്സ്. ഡെന്നിസേ, റിസ്ക് അല്ലടാ അത്. എന്തെങ്കിലും പൊളിഞ്ഞ നമ്മൾ പൊളിക്കില്ലടാ. പൊളിക്കും. നമ്മൾ ഉള്ള ദിവസം കൂടെ അടിച്ചു പൊളിക്കും. യെസ്, കുറച്ച് ദിവസങ്ങൾ, അത്രയും കാലമെങ്കിലും ഇതൊരു വീടാവട്ടെ. ഇപ്പൊ ഇതെന്താ, ഒരു കാലിത്തൊഴുത്തിന്റെ അനക്സ്. ഈ ആരും തേടി വരാനില്ലാത്ത ഡെന്നിസ് എന്ന അനാഥന്റെ കാലിത്തൊഴുത്ത് ഒരു വീടായി മാറുന്നു. അല്ല, കൊട്ടാരം. മോനായി, ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കാറില്ലേ നമ്മൾ? അതുപോലെ ഒരുക്കണം ഇവിടെ മുഴുവൻ. ഒന്നും കുറഞ്ഞു പോകരുത്. ഓക്കേ? ഓക്കേ സാർ, ഏറ്റു. ഓക്കേ. ഡെന്നിസേ, നീ എന്നെ രക്ഷിച്ചടാ. താങ്ക് യു. നോ ശങ്കു, താങ്ക്സ് നിനക്കാണ് പറയേണ്ടത്. എന്റെ പേരിൽ സർനെയിം എഴുതേണ്ടടുത്ത് ഞാൻ മനസ്സിൽ കോറിയിടാറുണ്ട് ഒരു വാക്ക്, ഓഫൻ. ഡെന്നിസ് ദി ഓഫൻ. അത് ഞാൻ മായ്ച്ചു കളയാൻ പോവാ. ഒരു ഒഴിവുകാലം മുഴുവൻ ഞാൻ സനാഥനാണ്. എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. പിന്നെ ചങ്കു, മറ്റൊന്നുകൂടി നമ്മൾ മറന്നു. പൂച്ചയെ ദൂതായി അയച്ചവൾ എവിടെയോ മറഞ്ഞിരുന്ന് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മുറപ്പെണ്ണ്. അതെ, അവൾക്കും സ്വാഗതം. ചുവന്ന പരവതാനി വിരിച്ച സ്വാഗതം. ചന്ദ്രഗിരി. നീ ഒന്ന് പൊലിപ്പിച്ചേക്കണം. ഏറ്റവും
இவர் நம்ம பார்த்திருக்கோம். பாத்துருக்கோம். മുത്തശ്ശ வாய்ஸ் கேட்டது. ഫൈൻ മുത്തശ്ശ. മുത്തശ്ശൻ തനിച്ചോളടാ. തനിച്ചോ? ദാ വരുന്നു നിന്റെ 11 കസിൻ സിസ്റ്റേഴ്സ്. அம்மா. ഹലോ நல்லா தான் இருக்கும். ഹലോ. இதுல யாரா இருக்கும்? നമസ്കാരം. நமஸ்காரம். ഗേൾസ് സ്കൂൾ വിട്ട പോലെ ഉണ്ട്. ஆமா, இங்க பாய்ஸே காணோம். എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. എന്നാലും എന്റെ കുട്ടി നിന്നെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വന്നല്ലോടാ. അതെ മുത്തശ്ശി, എനിക്ക് തിരക്കൊണ്ട് വരാൻ പറ്റാത്തതല്ലേ. എന്റെ ഒരു ഫുൾ ടൈം അറ്റൻഷൻ വേണം ഈ ഫാമിലി. கூலி. ബാഗ് കൂലി. രവി, who is the gentleman? എന്റെ പാർട്ണറാ. ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലെ ഈ ഫാം നടത്തുന്നത്. കുട്ടികളൊന്നും മാറണേ. മാറി, മാറി. ഞാൻ No, 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 no. Get up. ஆசீர்வாதம். ആര് പറഞ്ഞിട്ട് കാലിൽ വീഴാൻ? എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. ഓഹോ. കാലിൽ വീഴുന്നവരെ ഒരിക്കലും ഒരു general നന്ദി അവര് എന്റെ ജീവിതം എന്നെ military-ലെ. പഠിപ്പിച്ച പാഠം. അല്ല, ഞാൻ മുത്തശ്ശനെ ഒന്ന് ബഹുമാനിക്കാൻ. അതിന് വേറെ വഴികളുണ്ടല്ലോ. അത് മുത്തശ്ശ, ഡെന്നിസിന് ആരുമില്ല റിലേറ്റീവ്സ് ആയിട്ട്. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മുത്തച്ഛനെ നേരിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ സന്തോഷം കൊണ്ട് It's all right. അല്ല, இவ்வளவு எமோஷனலான ஒரு வேலை சொல்லிட்டு நீ சிரிக்கிற. ഉണ്ട്. എനിക്ക് രവിയുണ്ട്. പിന്നെ ഇപ്പൊ രവിയുടെ റിലേറ്റീവ്. കഥകളെല്ലാം വിസ്തരിച്ച് അങ്ങ് വീട്ടിൽ ചെന്നിട്ടാവാം. Let's go. ഓക്കെ. മിലിറ്ററി റെഡി. ഡെന്നിസെ, കുട്ടികളൊക്കെ നീ നിന്റെ വണ്ടിയില് വാ, വാ. ஆத்தால முத்தശ്ശன்னா. ഇരിക്കേ. ഇരിക്കാതെ പിന്നെ എങ്ങനെ? സ്കൗണ്ടൽ പ്രായമായ പെൺകുട്ടികളെ കാണുമ്പോൾ ചിലവന്മാരുടെ ചില ചീപ്പ് ഷോ ഓഫ് ഉണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. കൊടുത്തു മുഖം നോക്കി ഒരെണ്ണം. ഒരാളെ കൂടെ വിളിക്കണം, ഒത്തിരി ലഗേജ് ഉണ്ട്. ഓ ഡെന്നിസെ, നീ ഇതൊന്നും മാനേജ് ചെയ്തേക്കണേ. We'll go home, we'll go home. വരൂ. Let's go. സാറേ, டென்னிஸ் ഇതൊന്ന് மெசேஜ் പിടിച്ചാ பண்ணிட்டாங்க. അതെ, അതെ, ഇതും കൂടെ. இதான் எங்க ஃபேமிலியில என்னோட ரோல் பா. ഈ പെട്ടി നോക്കാൻ പാർട്ട്ണർഷിപ്പ് ഇല്ലല്ലേ? என்ன வெறும் கசின்ஸ் மட்டும் கூட்டு வந்திருக்காங்க. ஏன் உனக்கு கசின் ஃபேமிலியா தான் வேணுமா? இல்ல அங்கிள் ஆண்டின்லாம் சொன்னாரு வராங்க. 80 பேர் வந்துருவாங்க போறோம். அப்புறம் வரட்டும். Wonderful. BLF. Really wonderful. താങ്ക് യു. മുത്തശ്ശനത് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്കറിയായിരുന്നു. ഇത്രയും മനോഹരമായ ഒരു ഫാം വാങ്ങിയിട്ട് ഇതുവരെ നീ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാത്തതിൽ എനിക്ക് അല്പം വിഷമമുണ്ട്. അത് ഈ ഫാം ഒന്ന് ഫുൾ സിംഗിളായി ഒന്ന് ഫ്ലറിഷ്ഡ് ആയിക്കോട്ടെ എന്ന് കരുതിട്ടാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നമ്മൾ പണ്ട് നൈനിറ്റാളില് താമസിച്ചില്ലേ ഒരു ക്യാമ്പ്, നൈനിറ്റാൾ. അതുപോലെ ഉണ്ട്. യെസ് യെസ്. അച്ഛനായിട്ടുണ്ട് കേട്ടോ മോനെ, മിടുക്കൻ. താങ്ക് യു മുത്തശ്ശി. ഇവൻ എന്റെ പേരക്കുട്ടിയാ. ഇവൻ ഇതല്ല ഇതിനപ്പുറവും അച്ചീവ് ചെയ്യും. Thanks, Ravita. It's really great. ഓ താങ്ക് യു. പശുക്കളുടെ ഈ ഫാം എവിടെയാ? പശുവാ? പശു അടുത്ത നമുക്ക് പോവാം. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? 1000 ഇല്ല, 1000 കുറച്ച് ചത്തുപോയി. ഒരു 700 செத்து കാണും. போச்சமா. നിന്റെ അമ്മയെ കൊണ്ടൊന്ന് കാണിക്കണം. അവൾക്ക് എപ്പോഴും പേടിയാ ഇവന്റെ കാര്യം. ഇവൻ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുകാന്ന് അറിയില്ലെന്നാ പറയാ. எல்லாம் வாங்கி கூட்டு வந்திருக்காரு. ഇയാൾ പാർട്ണർ എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അതോ വെറും വർക്കിംഗ് പാർട്ണർ മാത്രം? വർക്കിംഗ് പാർട്ട്ണർ. പിന്നെ ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് കുറച്ചുണ്ട്, എന്നാലും നല്ല വർക്കറാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. വരുന്ന വഴിക്ക് ലേക്കിനടുത്ത് എത്തിയപ്പോ കുട്ടികളൊക്കെ ബഹളം. അവിടെ നിർത്തണമെന്ന് പറഞ്ഞേ, അതാ വൈകിയത്. അല്ല, എന്താ എല്ലാരും പുറത്ത് തന്നെ, അകത്തേക്ക്? പുറത്തെ ഭാഗ്യം ശരിക്കും ആസ്വദിച്ച ശേഷം അകത്തേക്ക് കയറാമെന്ന് കരുതി. ഈ പെട്ടികളൊക്കെ എടുത്ത് ഒന്ന് അകത്തേക്ക് വെക്കാനുള്ള ആ മോനായി എവിടെ? കണ്ടില്ല. മോനായി, സോറി, ഞങ്ങളുടെ ഒരു സെർവൻ ബോയ് അവനെ വിളിച്ചതാ. നീ എവിടെയായിരുന്നു? രവിസാറിന് അന്വേഷിച്ച് രണ്ടുപേരും വന്നിരുന്നു. അവരെ കൊണ്ടാക്കാൻ പോയതാ. എല്ലാത്തിനും നിനക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടാവുമല്ലോ. എന്റെ അന്വേഷിച്ച് ആര് വന്നു? ആ ബാങ്ക് മാനേജർ. ആ ബാങ്ക് മാനേജറും കൂടെ 1-2 പേരും കാണാൻ വന്നിരുന്നു. എന്താ ലോണിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ലോൺ പെട്ടെന്ന് പ്രശ്നമാവെന്ന് പറഞ്ഞു. അവരവരുടെ കണ്ണി പെടാണ്ട് പുറകുവശത്ത് റോട്ടിലൂടെ കൊണ്ടാക്കാൻ പോയതാ. എന്താ ചെയ്ത് തെറ്റായോ? ഏയ് താങ്ക് യു. ആ പെട്ടിയൊക്കെ ഒന്ന് എടുത്തു വെച്ചിരോ. ആ പെട്ടിയൊക്കെ ഒന്ന് വേഗം എടുത്ത് വെച്ച് തരുമോ മുത്തശ്ശ? മുത്തശ്ശ, நினைச்சேன். സോറി. ഓക്കെ. മുത്തച്ഛന്റെ മുറി അതായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഈ മുറി കൊടുക്കാനല്ലടാ ഞാൻ നിന്നോട് പറഞ്ഞത്. ആകെ ചളവായി. കണ്ടോ സാറേ? ഇത്തിരി. എന്ത് കണ്ടോന്ന്? അല്ല, നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ. അറേഞ്ച്മെന്റ്സ് ഒന്നും കുഴപ്പമില്ല. നീ ഇവിടെ കടന്ന് കൂടുതൽ അറേഞ്ച് ചെയ്യാതെ താഴേക്ക് പോ. ഈ അറേഞ്ച്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ സാർ? ഒഴുത്തിൽ ചാണകം വാരിയിട്ടില്ല, പോയി വാര്. പോയി വാരാ. ആ, വാര്. ഛേ, എന്തൊരു കഷ്ടമാണ്. நீங்க ஏன் பாஸ் கத்துறீங்க? அவங்க கத்துவாங்க. എന്താണ്? മുത്തശ്ശനായിരുന്നോ? ഞാൻ
അല്ല മുത്തശ്ശിക്ക് എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ പെയിൻ. പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റേതാവും. അല്ല മുത്തശ്ശിക്ക് പണ്ട് റൊമാറ്റിക് കംപ്ലൈന്റ് ഇല്ലായിരുന്നോ? അങ്ങനെയുള്ളവർക്ക് ഈ കാലാവസ്ഥ ഒട്ടും പറ്റില്ല. ഇതൊന്നും അത്ര കാര്യമാക്കാനില്ലെന്നേ. എന്റെ കൂടെ ഹിമാലയം വരെ കയറിയിട്ടുള്ളവളാ ഇവള്. അതൊക്കെ നല്ല പ്രായത്തിലല്ലേ മുത്തശ്ശ? ഈ ചന്ദ്രഗിരി താഴ്വരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൂട് കലർന്ന തണുപ്പായതുകൊണ്ട് മാരകമായിട്ടുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കടന്നു പിടിക്കാം. ഉദാഹരണത്തിന് മലമ്പനി, മന്ത്, വസൂരി, ഗ്യാസ് ട്രബിൾ. അതുകൊണ്ട് അധികം നാൾ താമസിക്കാൻ കൊള്ളില്ല. മാക്സിമം 2 days റിട്ടേൺ ടിക്കറ്റ്. യു ആർ മിസ്റ്റേക്കൻ. ഞങ്ങളെ പോലെ റിട്ടയർ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് ഐഡിയൽ പ്ലേസ് ആയിരുന്നു. കുട്ടികളെയെല്ലാം വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ ഇവിടെ കൂടി കുറച്ചുകാലം ഇവിടെ താമസിച്ചാലെന്താ എന്നാലോചിക്കായിരുന്നു. എന്റെ അമ്മോ, എത്ര ഗുളിക മുത്തശ്ശി കഴിക്കുന്നേ? ഇതൊരു പെയിൻ കില്ലറും വൈറ്റമിൻ ടാബ്ലറ്റ്സും. നഴ്സ് അല്ല, ആപ്പ് ഡോക്ടർ. ഇവള് പേടിയുടെ MBBS-നെ. അല്ല ദേവിക PDC-ക്ക് പഠിക്കുന്നു. PDC-ക്ക് പഠിച്ചിരുന്നു, 3 വർഷം മുൻപാണെന്ന് മാത്രം. ഓ, പിള്ളേരൊക്കെ എത്ര വേഗമാ. നിനക്കും ആയി വയസ്സ്, ഇനി വൈകാതെ വേണം ഒരു കല്യാണം. എന്തിനാ മുത്തശ്ശി, ഞാൻ ഇവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോട്ടെ. അതൊന്നും പറ്റില്ല. എന്റെ അമ്മയും ഞങ്ങളും കൂടി ആ കാര്യം സംസാരിച്ചു കഴിഞ്ഞു. നിന്റെ ഒരു യെസ് കിട്ടിയാ മതി. അതും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മുത്തശ്ശിയോട് പറഞ്ഞാ മതി. 5 എണ്ണമില്ലേ എലിജിബിൾ മുറപ്പെണ്ണുങ്ങള്. അതിൽ ആര് വേണം അങ്ങ് തീരുമാനിക്കേ. ഒരു മുറപ്പെണ്ണ്. കല്യാണത്തിന്റെ കാര്യമൊക്കെ വിശദമായിട്ട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു സാറേ. നമ്മുടെ ഫാമിലെ കറവക്കാരെ മരുന്നിന്റെ ഭാര്യ തൂങ്ങിയെത്തു. മരണവും കല്യാണവും തമ്മിൽ എന്ത് ബന്ധമാണോ? രണ്ടും 2 ഫംഗ്ഷനല്ലേ സാറേ. മുത്തശ്ശിയെ കോഫിയും. ആ കുട്ടികൾ വല്ലതും കഴിച്ചോ? അയ്യോ, ചെറിയ കുട്ടികൾക്ക് പാല് കൊടുക്കാം, വലിയ കുട്ടികൾക്ക് മിൽക്ക് റെഡിയാണ്. ഇവിടെ വെള്ളത്തിനേക്കാൾ കൂടുതൽ പാലാണല്ലോ. ഞാൻ പോയി കുട്ടികളെ കാര്യം നോക്കട്ടെ. അല്ല കുട്ടികളെ, കുട്ടികളെ ഒരല്പം മട്ടുണ്ടല്ലേ. ആടുന്നില്ലേ കണ്ണാടി? അതെ, കണ്ണാടി കൂട്ടി. അതാണ് ഗായത്രി, വേണുമാമന്റെ മോള്. ഓ, ഡൽഹി. യെസ്, ഭയങ്കര സ്റ്റുഡിയസ്. IAS കൊണ്ട് അവളുടെ ശരീരത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് IPS ആവാം. കൂട്ടത്തിൽ ഇത്തിരി സീരിയസ്നെസ് കൂടുതൽ അവൾക്കാ. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. ഓഹോ. നെക്സ്റ്റ് ആ വീഡിയോ ക്യാമറ. അപർണ, വിജയമാമന്റെ മോള്, എഞ്ചിനീയറിംഗിന് പഠിക്കുക. സ്മാർട്ടാണ്. ചില നമ്പറുകളൊക്കെ കൈ കാണണം. അടുത്ത വീഡിയോക്ക് പോസ് ചെയ്യുന്നില്ലേ വിശ്വമാമന്റെ മകള് ജ്യോതി. ആശാട്ടിപ്പൊടി ഗ്ലാമർ പാർട്ടിയാ, ബ്യൂട്ടി കോൺഷ്യസ്. ഒരു പ്രേമോളജി ലൈനിന് ചാൻസ് ഇല്ലാതില്ല. പിന്നെ ആ കുതിരക്ക് തീറ്റ കൊടുക്കുന്നില്ലേ ദേവിക, MBBS-ന് പഠിക്കുക. ട്രിവാൻഡ്രത്തുള്ള SP കരണമാമന്റെ. അതൊരു മിണ്ടാപ്പൂച്ചയാ. കലോടക്കാം. അവളെയും സംശയിക്കാം. ആലി ക്യാറ്റ്, സൈലന്റ് ക്യാറ്റ്. ഇപ്പൊ നിനക്ക് മൊത്തം ഒരു ചിത്രം കിട്ടിയില്ലേ? കിട്ടി. ഇനി എനിക്ക് അല്ല, ഒരാളും കൂടി വരാനുണ്ട്. അതാരാ? ആമി, പാലമാമയുടെ മകൾ അഭിരാമി. അവള് വരട്ടെ. അതിനു മുമ്പ് ഇക്കൂട്ടത്തിൽ ലവൾ ഉണ്ടോന്ന് ഞാൻ കണ്ടുപിടിച്ചത്. ഏറ്റടാ. എങ്ങനെ? அப்படி இல்லப்பா, பூனை வந்து ஈவில் பா, ஆப்போசிட்டா பண்ணும் பாரலாம். அது இன்னொன்னு பொட்டு வச்சு வேற நான் கெஸ் பண்ணேன். அவங்க ஒண்ணுதான் பொட்டு வச்சிருக்காங்க. இல்ல அந்த IAS ப்ரிப்பேர் பண்றேன்னு வச்சிருந்தாங்க. பட் ட்ரெஸ் ஸ்டைல் வந்து எனக்கு அந்த MBBS தான் மேட்ச் ஆகுது. பட் பூனைக்கு மணி கட்டி இருப்பா, சவுண்ட் வந்துடும். பூனையோட கிரிப்டனைட்டே மணி தான். அழகா இருக்குல்ல பூனை. ആമിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. യാ റിയലി. അവളും കൂടി വന്നാലേ വെക്കേഷൻ അടിപൊളിയാവും. ഓ ഗോഡ്, എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതൊന്ന് തീർന്നിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് എന്റെ പ്രാർത്ഥന. മോളുടെ പേപ്പർ വർക്ക്സ് കൊളവാക്കി കൈ തരും അവൾ. ആ ദാ ഒരു പൂച്ച. എവിടെ നോക്കൂ, ഇറ്റ്സ് എ കിറ്റൻ. ഷാക്കാറാங்களா? ആര് ഷാക്കാല? കഴുത്തിലെന്താ ബെൽ? ആ ഡോർ തുറന്ന് പുറത്തേക്ക് വിട്ടേക്കൂ. പാവം. അല്ല, ഒരു കുട്ടി ഇങ്ങോട്ട് വന്നായിരുന്നു. നിങ്ങളുടെയാണോ? ഹേയ്, എവിടുന്ന് വലിഞ്ഞു കയറി വന്ന ശല്യമായി. ഞങ്ങൾ അതിനെ കൊല്ലാൻ പോകും. കൊല്ലാനോ? ഓ ദാറ്റ്സ് ക്രൂവൽ. കഷ്ടം. അപ്പൊ എല്ലാവർക്കും പൂച്ചയെ ഇഷ്ടമാണ്. ഗുഡ്. കൂട്ടത്തിൽ ആർക്കാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഒന്ന് കൈപൊക്കിയാക്കൊള്ളാം. എന്താ നിങ്ങൾ പറയുന്നത്? വാട്ട്സ് റോങ് വിത്ത് യു? ദാ പൂച്ച നിങ്ങളുടെയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. പൂച്ചയെ കൊണ്ടുപോകാം, പക്ഷേ ഇനി ഒളിച്ചുകളി വേണം. ആരാ പാർട്ടി എന്നറിയാൻ രവി ഇങ്ങനെ ആ ഒരു ആങ്സൈറ്റി, അവന്റെ ഒരു ടെൻഷൻ. എന്താ ഡെന്നിസിന്റെ പ്രോബ്ലം? പ്രോബ്ലം ഓക്കെ, വേണ്ട, ഞാൻ പിടിച്ചോളാം, കണ്ടുപിടിച്ചോളാം. அவங்கள நான் பாத்துருக்கேன், இந்த ரெட் டி-ஷர்ட்ல இருக்கவங்கள. அவங்க பூஜா இல்ல, பூஜா இல்ல, யார்? சிங்கரோட வைஃப். சிங்கரோட வைஃப். அவங்க இப்பயுமே செம்மையா இருப்பாங்க பாரு. இவ்வளவு நேரம் அமைதியா இருந்துச்சு.
உள்ள ஒரு கிங்காங் ட்ரெய்லரே ஓடி முத்தச்சா வர போறாரு மிலிட்டரி வேற. ஐயோ എന്താ അവിടെ? போச்சு. പൂച്ചക്കുട്ടി ഔട്ട് ഔട്ട് ഹൗസ്. അങ്ങോട്ട് താമസം മാറ്റിക്കോണം രണ്ടുപേരും. அருமாடா. அது எப்படி அவங்க வீட்டுக்கு வந்து அவங்களே அவுட் എവിടേക്ക് சொல்றாங்க. രാത്രിയില് വേളാങ്കണ്ണിക്ക് ടൂർ പോവാ? ശ്രീപീഠത്തിന് പുറത്താക്കിയല്ലേ? நீ வெளிப்படா. നാണക്കേട്. മുത്തശ്ശിന്റെ മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മൾ എന്നാ ചെയ്തെന്ന് നമ്മളല്ല നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. രാത്രി കാലത്ത് പെമ്പിള്ളേരുടെ മുറിയിൽ നുഴഞ്ഞു കയറി എടാ ഒരു അറ്റംപ്റ്റ് ചീറ്റ് എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ஆடா அவர் എന്നാ പിന്നെ ഞാൻ சொதப்பிட்டாரு. ഒറ്റയ്ക്ക് പോയി ശ്രമിക്കാം. ഞാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഓ എനിക്ക് വലിയ അസുഖമല്ലേ നിന്റെ മറ്റവളെ കണ്ടാത്താഞ്ഞിട്ട് പോടാ. നീ ഇവിടെ തെണ്ടി. നീ പോടാ പരമതനി. பரமதண்டி. അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ തെണ്ടിന്ന് വിളിച്ചു പറഞ്ഞ കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരെ തെണ്ടിന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ പുറത്തു പോ. അവിടെ നല്ല നിലാവാ. അവിടെ പോയി ബഹളം വെക്കി. മനുഷ്യൻ റെസ്റ്റ് ചെയ്യുമ്പോ ബഹളം. അല്ലെങ്കിൽ ബഹളംനാ സണ്ടയാ? നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ എന്ത് നീ ചെയ്യും? ഇവിടെ പുറത്തു വെക്കുന്നതാ. ഇപ്പൊ എല്ലാം കൂടി എന്നെ ഞാൻ ചെയ്യായോ? അല്ല, പ്രായപൂർത്തിയായി പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി രണ്ടുപേരും കൂടി പോയി എന്താ ഡിഗോളിഫിക്കേഷൻ ഒപ്പിച്ചു വന്നിരിക്കാം. എടാ രവി അടിയിടാ അവനെ. ആറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് അതല്ലേ. അയ്യോ, தள்ளலே. மணி சவுண்ட் போடுறாங்க. ഫോൺ മണി അടിക്കണേ. ஓ ஐயா. നമസ്കാരം. நமஸ்காரம். ഹലോ യെസ് ആരാ? ஓ, ആമി ചേച്ചിയാ? മുത്തശ്ശാ, ദാ ആമി ചേച്ചി വിളിക്കുന്നു. அபிராமி தான் அமீன்றாங்களா? എപ്പോഴാ ഇങ്ങോട്ട് വരിക? எல்லாரும் பயங்கர ஆர்வமா வராங்க. ஃபேமஸான கசின். ஃபேவரட் கசின். பாப்புலர் அதான் சொல்லுவாங்க. ஃபேமஸ் பாப்புலர். ഞാൻ സംസാരിക്കാം. ഇങ്ങോട്ട് തരാല്ലേ പറഞ്ഞത്. ഹലോ ആമി, ഇത് മുത്തശ്ശനാ. മുത്തശ്ശനാ ഒന്ന് മാറില്ല അങ്ങോട്ട്. ഹലോ, വളരെ ഫീബിളാണ്, ഒന്നും കേക്കാൻ വയ്യ. മല്ലന്നൂരോ? എവിടെ? ആ അവിടെ കോളേജ് ബസ് മോർണിംഗ് ബിറ്റ്വീൻ 8 and 8:30. എന്താ എന്താ സംഭവം? എടാ ആമിയാ, നീ ഒന്ന് സംസാരിക്കേ. ഹലോ ഹലോ, ഞാൻ രവിയാ. ഹലോ. കട്ടായി. ആ അവള് നാളെ രാവിലെ ബിറ്റ്വീൻ 8 and 8:30 ഹൈവേയിൽ മല്ലന്നൂർ എന്ന സ്ഥലത്തെത്തും. നീ പോയി പിക്ക് ചെയ്യണം. എന്റെ അമ്മേ, ഇത്ര ഉള്ളോ? ഈ പിള്ളേരുടെ ബഹളം കേട്ടാ തോന്നും ഇവിടെ എന്തോ ആപത്ത് സംഭവിച്ചു. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആ രാവിലെ അവളെ എത്തില്ലേ. അപ്പൊ രവി, നീ നേരത്തെ പോണം. ആ. ഒരു 7:30 മണിക്കെങ്കിലും അവിടെ ഉണ്ടാവണം. മല്ലന്നൂർ ഇവിടെ വളരെ അടുത്താ. ഹാർഡ്ലി 60 kilometers. 60 കിലോമീറ്റർ. So nothing. ആ എല്ലാരും പോയി കിടന്ന് തുടങ്ങാൻ നോക്ക്. രവിട്ട ഞങ്ങള് വീട്ടിൽ രാവിലെ വേണ്ട വേണ്ട അവൾ ഇവിടെ എത്തും വരും ഒന്ന് ക്ഷമിക്കേ. Go to your rooms. പോയി കിടന്നുറങ്ങാൻ വെക്കോ വെക്കോ. Out house. യെസ് യെസ്. ஓகே கைஸ், பார்ட் 1 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம்.